സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഏറ്റവും ഉയർന്ന താപനില ദീർഘകാല ശരാശരിയിൽ നിന്നും ഉയർന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പൊള്ളുന്ന വേനലിൽ പലതരം പ്രശ്നങ്ങളാണ് മനുഷ്യനെ ബാധിക്കുന്നത്. നിർജ്ജലീകരണവും തളർച്ചയും മുതൽ സൂര്യാതപം വരെ കടുത്ത ചൂടിന്റെ ഫലമായുണ്ടാകാം. ഇപ്പോൾ തന്നെ നിരവധി ജില്ലകളിൽ സൂര്യാതപം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മുൻകരുതലുകൾ എടുത്താൽ സൂര്യാതപമേൽക്കുന്നത് പ്രതിരോധിക്കാൻ കഴിയും. ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. ധാരാളം വെള്ളം കുടിക്കുന്നതും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ചൂടിനെ ചെറുക്കാൻ സഹായിക്കും. സൂര്യാതപമേറ്റ് ശരീരത്തിൽ പൊള്ളൽ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. സൂര്യാതപം, മുൻകരുതലുകളും പ്രതിവിധിയുമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. സൂര്യാതപവും പ്രതിവിധിയുമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി പേരാവൂർ ഗവൺമെന്റ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ജി ശിവരാമകൃഷ്ണനാണ് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത്. ഡോക്ടർ സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യാതപം എന്നത്. എന്താണ് ഈ സൂര്യാതപം? സൂര്യാതപം, സൂര്യാഘാതം രണ്ടും ഈ സൺ റിലേറ്റഡ് ആണ്. എങ്കിലും വളരെ വ്യക്തമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സൂര്യാതപം എന്ന് പറയുന്നത് ഒരു സൺ എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്ന ഒരു റേഡിയേഷൻ, സൂര്യൻ്റെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പൊള്ളലാണ്. അതത്ര വളരെ മാരകം അല്ല. ഇപ്പം നമ്മളിപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സൂര്യാതപമാണ്. സൂര്യാഘാതം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി മാരകമായിട്ടുള്ള മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് സൺസ്ട്രോക്ക് എന്നും അതുപോലെ ഹീറ്റ് സ്ട്രോക്കും എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സാധാരണ വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. സാധാരണ ഈ അന്തരീക്ഷത്തിലെ താപം എന്ന് പറയുന്നത്, ഊഷ്മാവ് എന്ന് പറയുന്നത് അത് 37 താഴെ ആയിരിക്കണം. നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്തുള്ള ഈ കാലം, ഈ സമ്മർ സീസണിലൊക്കെ ഉള്ള ഒരു ഊഷ്മാവ് എന്ന് പറയുന്നത് ഏതാണ്ട് 28-29 ഒക്കെയാണ് സെൻറ്റിഗ്രേഡ്. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഉച്ച സമയത്ത്, നല്ല നട്ടു ഉച്ച സമയത്തൊക്കെ ഒരു 35 ഡിഗ്രിയൊക്കെ ആകാം. പക്ഷെ അത് 37, ശരീരത്തിൻ്റെ 37 ഡിഗ്രിയും കടന്ന് അത് 38-39-38ഒക്കെയാണ് ഇതൊക്കെ ജില്ലകളിൽ വന്നത്. 40-41 ഡിഗ്രി ഊഷ്മാവ് എത്തുമ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് റെഗുലേഷൻ സംവിധാനം തകരാറിലായിട്ട്, അപ്പോൾ അവിടെ ചൂട് നിയന്ത്രിക്കാൻ പറ്റാതെ, അത് വിയർപ്പായി മാറ്റാൻ കഴിയാതെ അത്തരത്തിലുള്ള ഹൈപ്പോതലാമസിനെ വന്നിട്ട് ഡിസോർഡറായിട്ട് നമ്മുടെ ഇന്റേണൽ അവയവങ്ങളിലെ വളരെ കാര്യമായിട്ടുള്ള വൈറ്റൽ ഓർഗൻസ് എന്ന് പറയുന്ന ഹൃദയം, വൃക്ക, കരൾ, അതുപോലെ ശ്വാസകോശം, തലച്ചോറ് ഒക്കെ പ്രവർത്തനരഹിതമായിട്ട് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥയാണ് സൂര്യാഘാതം, സൺസ്ട്രോക്ക്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, മൈ ഡോക്ടറാണ്. ഇത് ആരാണ്? തോമസ് ആളൂർന്നാണ്, ഇരിഞ്ഞാലക്കുടയിലാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഒരു 20 days ബിഫോർ എറണാകുളത്തേക്ക് ബൈക്കുമ്പോൾ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പൊ ആ ടൈമിൽ എന്റെ കയ്യുമ്മലും തലയിലും ഒക്കെ പൊള്ളലേറ്റു. അതൊരു 1 day കഴിഞ്ഞപ്പോഴാണ് അത് എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ശേഷം ഞാനൊരു ഇവിടുത്തെ ഒരു വിഷവൈദ്യുണ്ട്, ഡോക്ടർ ജെസ്സി പി മാത്യു, കാർളം. അപ്പൊ പുള്ളിയാട്ടിന് ഡോക്ടറെ പോയി കണ്ട് എനിക്ക് മരുന്ന് നീരസഞ്ജാതി കഷായം, അരിഷ്ടം, പിന്നെ നീലീവ തൈലം തേക്കാൻ തന്നിട്ടുണ്ട്. വില്ലാതി അങ്ങനത്തെ 4-5 ഐറ്റംസ് എനിക്ക് കഴിക്കാൻ തന്നു. പക്ഷെ എന്റെ ബോഡിയിൽ നിന്ന് ഇത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകുന്നില്ല. 50 days ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്ത് എവിടേക്കാണ് അത് പൊള്ളലേറ്റത്? എന്റെ തലയിലുണ്ട്, പിന്നെ കഴുത്തിന്റെ സൈഡില്, ചെവിടിന്റെ ബാക്ക് സൈഡിലായിട്ട്, പിന്നെ 2 കൈയിലും. ഇത് ഇപ്പൊ സംഭവിച്ചിട്ട് എത്ര ദിവസമായി എന്ന് പറഞ്ഞു? 20 ദിവസമായി ഇപ്പോ. 20 days. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അത് മാറാൻ സാധ്യതയുണ്ടല്ലോ. കാരണം ഇത് സാധാരണ ഈ പൊള്ളൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ആണ് പെടുത്താറുള്ളത്. അതത്ര മാരകമായിരിക്കില്ല. അത് നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെ അത് മതിയാവും. അത് ഈ സമയം കൊണ്ട് തന്നെ അത് ഹീലിംഗിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകണം. നിങ്ങൾക്ക് ആ പോച്ചിലും വേദനയും അതുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകളും ഒക്കെ മാറിയിട്ടില്ലേ? അല്ല, എനിക്ക് ചൊറിച്ചിലാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. രാത്രിയൊക്കെ അറിയാണ്ട് മാന്തി പോകുമ്പോൾ അത് പൊട്ടും, പിന്നെ അത് സെയിം കണ്ടീഷൻ എനിക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പൊള്ളലേറ്റില്ല, അതായത് അങ്ങനെ കുമിളകൾ വന്നില്ല അല്ലേ? കുമിളകൾ കുറച്ച് വന്നിട്ടുണ്ട്, കയ്യിലൊക്കെ അവിടെ ഇവിടെ വന്നു. പിന്നെ മെയിനായിട്ട് തലയില് കുറച്ച് കഷണ്ടികളും, അപ്പൊ ആ ഭാഗം മുഴുവൻ എനിക്ക് റെഡിഷ് മാതിരി.
അപ്പോൾ അത് ഒരുപക്ഷെ ഇതാകാം. അതായത് നിങ്ങൾക്ക് ഇതിന്റെ അൾട്രാവയലറ്റ് റേഡിയേഷൻ കൊണ്ടുള്ള അല്ലെങ്കിൽ സൂര്യ അതിന്റെ കിരണങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള അലർജി ആകാം. ഈ ഫോട്ടോ അലർജിക് ഡെർമറ്റൈറ്റിസ് ആയിട്ടൊക്കെ ചിലപ്പോൾ അക്യൂട്ടായിട്ടും വരാറുണ്ട്. അങ്ങനെ ഒരുപക്ഷെ അലർജിയുടെ ഭാഗമായിട്ടും കൂടി ഈ കലർന്ന് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിന് ആ ട്രീറ്റ്മെന്റ് ഇപ്പോൾ എത്രത്തോളം അത് നിങ്ങൾക്ക് ഇപ്പോൾ ചൊറിച്ചിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി അത് ഇന്റൻസീവായി വരുന്നുണ്ടോ? ചൊറിച്ചിലിപ്പോ രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നപ്പോ എനിക്ക് അലർജി 40 എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് കൂടി വന്നപ്പോ കുറച്ചുകൂടി ഫീൽ കുറവുള്ള മാതിരി തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ കംപ്ലീറ്റ് ഈ വയർക്ക് കാരണം അത് സ്പ്രെഡ് ആയിക്കൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ വന്നിട്ട് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ ഒന്നുകൂടി സമീപിച്ച് ഈ കാര്യങ്ങൾ പറയാം. ഇതിന് ചൊറിച്ചിലും മറ്റുള്ള അസ്വസ്ഥതകൾ 20 ദിവസമായിട്ട് അത് നീണ്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഒരു 3-4 ദിവസം കൊണ്ട് ഈ സൂര്യാഘാതം കൊണ്ട് ഉണ്ടാകുന്ന പൊള്ളൽ മാറേണ്ടതാണ്. അത്ര മാർഗമല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ മറ്റെന്തെങ്കിലും കൂടി ചിലപ്പോൾ ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ വല്ലതുമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സമീപിച്ച ഡോക്ടറെ തന്നെ ഒന്നുകൂടി കണ്ട് സമീപിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. സൂര്യാതാപത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ പറയുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട്, അതായത് ഈ 11-12 മണി 3 മണി സമയത്ത് അങ്ങനെ വെയിലത്ത് പോകുന്ന സമയത്തൊക്കെ അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് കുട്ടികൾക്കും അതുപോലെ വന്നിട്ട് മുതിർന്നവർക്കും മറ്റു പല അസുഖങ്ങൾ നേരത്തെ ഉള്ള ആളുകളും, ഇപ്പോൾ വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ള ആളുകൾ, മറ്റുള്ള ഹൃദ്രോഗമുള്ള ആളുകൾ, അമിത വണ്ണമുള്ള ആളുകൾ, ഇവർക്കൊക്കെ വന്നിട്ട് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുമ്പോൾ വന്നിട്ട് ഒരു തളർച്ച ഉണ്ടാകും. ആദ്യമൊക്കെ നല്ല വിയർപ്പുണ്ടാകും തുടക്കത്തിൽ. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പോതലാമസ് അത് വന്നിട്ട് ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി വിയർപ്പായിട്ട് അതിനെ ഹീറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് തകരാറിലാകുമ്പോഴല്ലേ അത് അങ്ങനെ വിയർപ്പ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് വിയർപ്പ് നിന്ന് കഴിഞ്ഞാൽ അത് സൂര്യാഘാതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വന്നിട്ട് അത് കുറച്ചുകൂടി കണ്ടീഷൻ വളരെ വേസ്റ്റായിട്ട് പോകുന്ന അവസ്ഥയിൽ ആ ഒരു പേഴ്സൺ ഒരു ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കില്ല, ഒരു അൺഇന്റലിജന്റ് ആയിട്ടുള്ള, അതായത് ഒരു സംസാരത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ ഹലൂസിനേഷൻസ് പോലും ഉണ്ടാകാം. വളരെ സൗമ്യനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ വയലന്റ് ആകാം. അപ്പോൾ തലവേദന ഉണ്ടാകും, മനം പുരട്ടൽ, ഛർദി ഉണ്ടാകാം. അപ്പോൾ ദേഹത്തിന്റെ ഊഷ്മാവ് എന്ന് പറയുന്നത് തൊട്ട് നോക്കിയാൽ വന്നിട്ട് നല്ല ചൂടായിരിക്കും, സാധാരണ പനി പോലെ, അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാവും. കൂടാതെ വന്നിട്ട് ഭയങ്കര തളർച്ചയുണ്ടാവും. മറ്റുള്ള ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അബോധാവസ്ഥ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കാനുണ്ട്. അതുകൂടാതെ മറ്റുള്ള റെസ്പിറേറ്ററി ഫെയിലർ എല്ലാം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുണ്ട്. പൾസ് ആണെങ്കിൽ വന്നിട്ട് നെഞ്ചിടിപ്പ് വളരെ കൂടുതലായിരിക്കും, ശ്വാസം വളരെ പടപട എടുക്കും, വളരെ ടാക്കിഫിനിയ എന്ന് പറയുന്ന വളരെ സ്പീഡിൽ ശ്വാസം എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് അത് സർക്കുലേറ്ററി കൊലാപ്സ്, അതായത് അത് നമ്മുടെ സർക്കുലേഷൻ കൊലാപ്സ് ആകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് വളരെ ഗ്രേവായിട്ട് പോവുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ മൈ ഡോക്ടർ ആണ്, ഇത് ആരാണ്? ഇത് മലപ്പുറം പാങ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സാർ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഇത് മലപ്പുറം പാങ് നിന്നാണ് സംസാരിക്കുന്നത്. ഈ ഞങ്ങൾ നല്ല ചൂട് വെയിലത്തുള്ള പണിക്കാരാണ്. അപ്പോ നമ്മള് മക്കള് ഡ്രൈവർമാരാണ്, നമ്മള് ഡ്രൈവറാണ്. അപ്പൊ നമ്മൾ ഇതിനെ മുൻകരുതലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാനാണ് സാർ. വളരെ നല്ല ചോദ്യമാണ്, നമ്മുടെ ടൈമിൽ ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. അതായത് തീർച്ചയായിട്ടും മുൻകരുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലെ ആളുകളൊക്കെ തൊപ്പി അണിഞ്ഞാണ് പോകാറുള്ളത്. നമുക്കത് അത്രത്തോളം നമുക്ക് സൂട്ടബിൾ ആകുമോ എന്നറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്ത് തൊപ്പി അണിഞ്ഞ് പോകുക, കുട ചൂടി വെയിലത്ത് പോകാം. തീർച്ചയായിട്ടും 12 മണി മുതൽ 3 മണി വരെയുള്ള ആ ഒരു ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഗവൺമെന്റ് തന്നെ അതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കണം. പിന്നെ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. കാരണം ഇപ്പോൾ ജലാംശം ശരീരത്തിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലാണ് ഇതിങ്ങനെ ഇത് നമുക്ക് ഹൈപ്പോതലാമസ് പോലും ഇതിനെ വന്നിട്ട് അത് മറികടക്കാൻ, അത് വന്ന് നേരിടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലവണ്ണം ശരീരത്തിൽ ജലാംശം ഉണ്ടെങ്കിൽ നിർജ്ജലീകരണം പോലും തടയാൻ പറ്റും. അങ്ങനെ ഉള്ള അവസ്ഥയിൽ അപ്പോൾ വന്നിട്ട് തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് അത് സ്വെറ്റായിട്ട് വിയർപ്പായിട്ടൊക്കെ അത് പോകുന്ന അവസ്ഥയിൽ വന്നിട്ട് ചൂട് റിലീസാകും. അപ്പോൾ ധാരാളം വെള്ളം കുടിച്ചിട്ട് ജോലിക്ക് പോകണം. മാത്രമല്ല മറ്റുള്ള പാനീയങ്ങൾ, അതായത് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന നാരങ്ങ, അതുപോലെ വന്നിട്ട് നമ്മുടെ ഈ മുസാമ്പി, ഓറഞ്ച്, ഇളനീർ, അതിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം ഉണ്ട്. അതുപോലെ സോഡിയം കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് കലക്കിയ നാരങ്ങ വെള്ളം, അതുപോലെ ഉപ്പ് കലക്കിയിട്ടുള്ള പാനീയങ്ങളൊക്കെ കഴിക്കാം, മോര്. അപ്പോൾ അത്തരത്തിൽ ഉപ്പ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് സാധാരണ ഹൈപ്പർ ടെൻഷൻ, അതായത് വളരെയധികം രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യാറുള്ളത്
ഉപ്പ് ഒന്നും അധികം കഴിക്കാൻ പാടില്ല. പക്ഷെ അവർക്കും ഉപ്പ് ആവശ്യമാണ്, ഒരു 2 ഗ്രാം വരെ ഒരു ദിവസം ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ഈ സന്ദർഭത്തിൽ അതൊന്നും നോക്കാതെ ഉപ്പൊക്കെ കഴിച്ച് തന്നെ ഉപ്പൊക്കെ ആവശ്യപ്പെടും. കാരണം ഈ സന്ദർഭത്തിൽ വന്നിട്ട് അങ്ങനെ ഡീഹൈഡ്രേഷൻ വരാതിരിക്കണം. സോഡിയം കുറയാൻ പാടില്ല, പൊട്ടാസ്യം കുറയാൻ പാടില്ല, ക്ലോറൈഡ് കുറയാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ മറികടക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതൽ. പിന്നെ കൂടാതെ കഠിനമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ അവർ കഠിനാധ്വാനം പാടില്ല. വളരെയധികം അങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. തണലത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു ദിവസം ഏതാണ്ട് നമുക്കൊരു 2-3 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരു മണിക്കൂറിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നത് മുഖേന തീർച്ചയായിട്ടും നമുക്കിത് തടയാൻ സാധിക്കും. ഡോക്ടർ, നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ ഹലോ, മൈ ഡോക്ടർ ആണ്, ഇത് ആരാണ്? ഞാൻ കൃഷ്ണകുമാർ, എറണാകുളത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. യെസ് ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, ഡോക്ടറിന്റെ ഈ സൺസ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊതുവെ? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ വന്നിട്ട് നമ്മൾ മറ്റുള്ള അയൽ രാജ്യങ്ങളിലൊക്കെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന എല്ലാവർക്കും, കോമൺ പീപ്പിൾ പോലും അത് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ വന്നിട്ട് അത് അത്ര പോപ്പുലർ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു സന്ദേശമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരും അത് വളരെ അതിനുള്ള പ്രാവീണ്യം, അതിനുള്ള ഒരു ട്രെയിനിങ്, ഒരു ലഘുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു സൺ സ്ട്രോക്ക് ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കാർഡിയക് അറസ്റ്റ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് തലച്ചോറ് രഹിതമായിട്ടും അതുപോലെ വന്നിട്ട് കാർഡിയക് അറസ്റ്റുമായിട്ടാണ് അധികം ആളുകൾ മരിക്കാനിടയാകുന്നത്. ഒറീസയിലൊക്കെ കഴിഞ്ഞ 2 സീസൺ മുന്നേ ഏതാണ്ട് 70ഓളം ആളുകൾ മരിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ 108 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 42ഓളം ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെ വന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കാനുള്ള ആ കാർഡിയോ റീസസൈറ്റേഷൻ, കാർഡിയോ പൾമനറി റീസസൈറ്റേഷൻ എന്ന് പറയുന്ന ആ കൃത്രിമ ശ്വാസം നൽകുക. അതുപോലെ വന്നിട്ട് കാർഡിയക് മസാജ്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബോധം പോയിട്ടില്ല എങ്കിൽ വെള്ളം കൊടുക്കാം. അതാണ് അദ്ദേഹം ചോദിച്ചത്, അതാണ് സൂര്യാഘാതം, സൺ സ്ട്രോക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അതന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വളരെ ആദ്യമേ ചെയ്യേണ്ടത്. പക്ഷെ അൺകോൺഷ്യസ് ആയിട്ട്, അതായത് ബോധം കെട്ടിരിക്കുന്ന ഒരു ആൾക്ക് ഒരു കാരണവശാലും നമ്മൾ വെള്ളം കൊടുക്കാൻ പാടില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകാൻ ഇടയാകും. അതേസമയം വന്നിട്ട് കോൺഷ്യസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൊടുക്കാം. പെട്ടെന്ന് ആദ്യമേ ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞെങ്കിലും ആദ്യമേ അത് വെയിൽ അടിക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്ന്, എക്സ്പോഷറിൽ നിന്ന് മാറ്റുക, തലത്തേക്ക് മാറ്റി അത് ദേഹത്ത് നല്ലവണ്ണം ഈർപ്പമുള്ള തുണിയൊക്കെ ചുറ്റി വെള്ളം തെളിച്ച് വെള്ളത്തിൽ വേണമെങ്കിൽ മുക്കി അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലുള്ള എങ്ങനെയെങ്കിലും പെട്ടെന്ന് തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വസ്ത്രങ്ങളൊക്കെ ലൂസാക്കണം. ഫാൻ നല്ലവണ്ണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാനിങ്, കാറ്റ്, ആളുകൾ കൂടി നിന്ന് അത് കാറ്റില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കരുത്. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് മാറി നിന്ന് അദ്ദേഹത്തിനെ വന്നിട്ട് രക്ഷപ്പെടുത്താനുള്ള ആ ഫസ്റ്റ് എയ്ഡുകളാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ അതിനുശേഷം ഇതെല്ലാം ചെയ്തതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ആസ്പത്രിയാണെങ്കിൽ അവിടെ വന്നിട്ട് പെട്ടെന്ന് പാരന്റൽ ഫ്ലൂയിഡ്സ്, നമ്മുടെ ഡ്രിപ്പെല്ലാം കൊടുത്തിട്ട് അതുപോലെ മറ്റുള്ള എല്ലാ ഏർപ്പാടുകളോടുകൂടി വേണം കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഹയർ സെന്ററിലേക്ക് മാറ്റേണ്ടത്.